ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് വയനാട് മാനന്തവാടി രൂപതയിലെ AKCCയുടെ ജനറൽ സെക്രട്ടറി സെബാസ്റ്റ്യൻ സാറാണ്. സാറേ, ഇന്നത്തെ കേരളം ഇപ്പോൾ നമ്മൾ നേരിട്ടിരിക്കുന്ന ഈ ഒരു ദുരന്തം വളരെ വേദനാജനകമാണ്. ഞെട്ടിക്കുന്ന വാർത്തകളും കാഴ്ചകളൊക്കെയാണ് ഇപ്പോഴും ഈ ഒരു സമയം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. രാവിലത്തെ തന്നെയുള്ള ഒരു രക്ഷാദൗത്യത്തിൽ AKCCയുടെ പ്രതിനിധികളുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു അവർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു സംഭവിച്ചത്, ഒന്ന് പറയാമോ? സാർ, രാവിലെ ഒരു 5 മണിയോടുകൂടിയാണ് ഞാൻ ഈ വാർത്ത ശ്രദ്ധിക്കുന്നതും TV ഓൺ ചെയ്യുന്നതും. ഉടനെ തന്നെ നമ്മളുടെ പ്രവർത്തകരായിട്ടുള്ള കൽപ്പറ്റ മേഖല എന്നുള്ള ആളുകളെ ബന്ധപ്പെടുകയാണ് ചെയ്തത്. കൽപ്പറ്റ മേഖലയുടെ പരിധിയിൽ വരുന്ന ചൂരൽമല എന്ന് പറയുന്ന ഇടവകയോട് ചേർന്നുള്ള സ്ഥലത്താണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിട്ടുള്ളത്. നമ്മളുടെ പ്രവർത്തകൻ, പ്രത്യേകിച്ച് ഡിൻഡോ എന്ന് പറയുന്ന കൽപ്പറ്റ യൂണിറ്റിന്റെ പ്രവർത്തകൻ ആദ്യ ദൗത്യ സംഘത്തോടൊപ്പം രാവിലെ തന്നെ മല കയറിയിരുന്നു. ഞാനൊരു 7 മണി 7:30 വരെ ഡിൻഡോയുമായി ബന്ധപ്പെട്ടിരുന്നു. ഡിൻഡോ പറയുന്നത് സ്കൂളിന്റെ പരിസരത്തൂടെയുള്ള റോഡ് ഇല്ല, തീർത്തും പോയിരിക്കുകയാണ്. അങ്ങനെ അവർ മലയുടെ മുകളിൽ ചെല്ലുമ്പോൾ കാണുന്ന സാഹചര്യം എന്ന് പറയുന്നത് എല്ലാ ഉള്ള വീടുകൾ മുഴുവൻ പാറയും മരങ്ങളും മണ്ണും ഒക്കെ ആയിട്ട് തീർത്തും ഇല്ലാതായിട്ടിരിക്കുകയാണ്. ഡിൻഡോ എന്നോട് പറഞ്ഞതനുസരിച്ച് അങ്ങോട്ട് കയറി ചെല്ലല്, ആളുകളെ കണ്ടെത്തല് ഒക്കെ വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് ഉള്ളത്. അവർ, എനിക്ക് തോന്നുന്നു, ആദ്യം കയറിപ്പോയ ഏതാനും ഫയർഫോഴ്സുകാരും ഈ ചെറുപ്പക്കാരനുമാണ് ഉള്ളത്. കൂടാതെ നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്, അടിയന്തരമായിട്ട് കൽപ്പറ്റ മേഖലയുടെ പ്രസിഡന്റ്, ഒപ്പം നമ്മളുടെ രൂപത ട്രഷറർ ആയിട്ടുള്ള സജി ഫിലിപ്പ് എന്ന് പറയുന്നയാള് മേപ്പാടി പഞ്ചായത്ത് ഓഫീസ് റൂമിൽ നമ്മളുടെ സേവനം അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അവിടുത്തെ ഇടവകയിലെ വികാരിയച്ഛനുമായി സംസാരിച്ചിരുന്നു. ഇടവക ചുരന്മല പള്ളി ഒരു ദുരിതാശ്വാസ ക്യാമ്പാണ്. 80ഓളം ആളുകൾ ഇപ്പോൾ നിലവിൽ അവിടെയുണ്ട്. അവർക്കുള്ള ഭക്ഷണ സാമഗ്രികൾ എത്തിക്കുവാനായിട്ട് അച്ഛൻ നിർദ്ദേശിച്ചു. അതനുസരിച്ച് AKCC മാനന്തവാടി രൂപതയിലെ പ്രവർത്തകരും മേഖലാ സമിതി പ്രവർത്തകരെല്ലാം പെട്ടെന്ന് തന്നെ ഒരു ഫണ്ട് വയ്ക്കുകയും ഭക്ഷണം എത്തിക്കുവാനുള്ള ക്രമീകരണം ചെയ്തിട്ടുമുണ്ട്. അടിയന്തര സഹായത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ഹെൽപ്പ് ഡെസ്ക് നമ്പർ അടക്കം ക്രമീകരിച്ച് അടിയന്തര ആവശ്യങ്ങൾക്ക് ബന്ധപ്പെടുവാനായിട്ട് ശ്രദ്ധിച്ചിട്ടുമുണ്ട്. വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ് നടന്നിരിക്കുന്നത്. ധാരാളം ആളുകൾ ഇനിയും മണ്ണിനടിയിൽ ഉണ്ട് എന്ന് പറയുന്നു. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇതുവരെയായിട്ട് ആളുകൾക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ അപകടം കൃത്യമായി നടന്ന സ്ഥലത്ത് റെസ്ക്യൂ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു വരുന്നതേ ഉള്ളൂ. അതിന് മുമ്പുള്ള മരണസംഖ്യയൊക്കെയാണ് നമ്മളിപ്പോൾ 50നോട് അടുക്കുന്ന ഒരു സംഖ്യയായിട്ട് മാറുന്നത്. നമ്മളുടെ പ്രത്യേകിച്ച് ആളുകൾ ധാരാളം തിങ്ങിപ്പറക്കുന്ന ഇടമായിരുന്നു, ടൂറിസ്റ്റ് കേന്ദ്രമായിരുന്നു. വളരെ ഭീതിതമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ആളുകളുള്ളത്. എനിക്ക് തോന്നുന്നു ഡിൻഡോ എന്ന് പറയുന്ന ആളെ അതിനുശേഷം പിന്നീട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിരുന്നോ? ഡിൻഡോയെ ഞാൻ അവസാനം കോണ്ടാക്ട് ചെയ്തത് 7:30 മണി സമയമാണ്. 7:30 എന്നോട് പറഞ്ഞു, സാറേ, ഈ ഫോണ് എന്റെ ഫോൺ ഇപ്പോൾ കട്ടാകും, പിന്നെ കാഴ്ചകളൊക്കെ ഭയങ്കര, പല ആളുകളും മണ്ണിനടിയിൽ ഉണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. പക്ഷെ ധാരാളം റെസ്ക്യൂ ടീമിനെ കൂടെ ആവശ്യമുണ്ട്. പക്ഷെ കടന്നു ചെല്ലാനും എത്തിപ്പെടാനും കഴിയുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ ഭീകരമായൊരവസ്ഥ. നമ്മൾക്കാണെങ്കിൽ പോലും നമ്മള് സിദ്ദിഖ് MLAയുമായിട്ടും ഷംസാദ് മരക്കാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടു. കത്തോലിക്ക കോൺഗ്രസിന്റെ ഏതാണ്ട് ഒരു 10-30ഓളം സന്നദ്ധ സേവകരായിട്ടുള്ള ആളുകൾ എത്തിച്ചേരാമെന്ന് പറയുമ്പോഴും അങ്ങോട്ടേക്ക് ട്രാഫിക്കും മറ്റു കാര്യങ്ങളൊക്കെ ദുഷ്കരമായതുകൊണ്ട് തൽക്കാലം വേണ്ട മറ്റ് സഹായ സഹകരണങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു മറുപടിയും. പക്ഷെ വിളി വന്നാൽ ഉടൻ തന്നെ പോകുവാൻ പാകത്തിന് മാനന്തവാടി രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രവർത്തകർ സജ്ജരായിട്ടുണ്ട് എന്ന് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ആളുകൾക്ക് അത്യാവശ്യം വേണ്ട സാധനം എന്ന് പറയുന്നത്, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സാധനം ഇതാണ്. ചില ആളുകളെ കണ്ടെത്തുമ്പോൾ ധാരാളം ചോര പോയിട്ടുണ്ട്. അത്തരം ആളുകൾക്ക് ബ്ലഡ് വേണം എന്നുള്ള ഒരു വാർത്ത നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ പ്രവർത്തകരെ അതിനായിട്ട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മേപ്പാടി സ്വകാര്യ ആശുപത്രിയിലോട്ട് പരമാവധി രക്തം ദാനം ചെയ്യുവാൻ താല്പര്യമുള്ള ആളുകൾ എത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അതിനുള്ള ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവിടെ നമ്മുടെ AKCC പ്രവർത്തകരുണ്ടോ? അവിടുത്തെ രക്ഷാപ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഇത് സംഭവിച്ചത് ഇതാണ്. ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ചെല്ലുന്നതേ ഉള്ളൂ.
റോഡ് മാർഗങ്ങൾ മുഴുവൻ കല്ലും മണ്ണും മരവും ഒക്കെ അടിഞ്ഞു കൂടിയിരിക്കുന്നതിനാല് എത്തിപ്പെടുവാൻ കഴിഞ്ഞിട്ടില്ല. മാത്രവുമല്ല, കയറി ചെല്ലേണ്ട ആളുകൾക്ക് അവിടെ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് രക്ഷാകര ദൗത്യത്തിന് തടസ്സം ഉണ്ടാകുന്നത് കൊണ്ട് ആളുകൾക്ക് കൂടുതൽ അങ്ങോട്ട് കയറി ചെല്ലുവാൻ കഴിയുന്നില്ല. ഞാൻ രാവിലെ ഈ വെള്ളാർമല സ്കൂളിലെ അധ്യാപിക, ഞങ്ങളൊക്കെ ഒന്നിച്ച് ജോലി ചെയ്യുന്ന UP വിഭാഗത്തിലെ മഞ്ജു എന്ന് പറയുന്ന തിരുവനന്തപുരംകാരി ടീച്ചറിനെ വിളിച്ചിരുന്നു. ടീച്ചർ സുരക്ഷിതയാണ് എന്ന് അറിയിച്ചു. പക്ഷെ തലനാരിഴയ്ക്കാണ് ടീച്ചർ രക്ഷപ്പെട്ടതെന്ന് പറയുന്നു. ടീച്ചർ താമസിച്ചുകൊണ്ടിരുന്ന വീടിനകത്തേക്ക് വെള്ളം കയറുകയും ചെളിയും ഒക്കെ വരികയും ടീച്ചർ താമസിച്ചിരുന്ന വീട്ടിലെ മാതാപിതാക്കളെയും കൊണ്ട് നമ്മുടെ ഈ ചൂരൽമല പള്ളിയിൽ ക്യാമ്പിലാണുള്ളത് എന്ന് ഞാൻ അറിയുന്നു. ടീച്ചറിന്റെ ഫോണും ഏതാണ്ട് സ്വിച്ച് ഓഫ് ആയിട്ടുള്ള അവസ്ഥയിലാണ്. കറണ്ടില്ല, ടവറുകളെല്ലാം പോയിട്ടുണ്ട്. അതിഭീകരമായിട്ടുള്ള ഒരവസ്ഥ. എനിക്ക് തോന്നുന്നു മുമ്പുണ്ടായതിന്റെ കാട്ടിലും ഒരു 4-5 മടങ്ങ് ഭീതിതമാണ് നിലവിൽ നമ്മളുടെ ഈ പ്രദേശത്തെ അവസ്ഥ എന്ന് പറയുന്നത്. എത്രയോ ആളുകൾ ഇനിയും മണ്ണിനടിയിൽ ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഏതാണ്ട് 44-45ഓളം മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചാലിയാർ പുഴയിൽ വരെ ഈ അപകടം നടന്നതിന് ശേഷം മനുഷ്യരുടെ ശരീരവും ശരീരാവശിഷ്ടങ്ങളും എത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ രൂക്ഷത നമുക്ക് തിരിച്ചറിയാവുന്ന കാര്യമേ ഉള്ളൂ. അത്രയും പാച്ചിലാണ്, മലവെള്ളമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോഴും പുഴയിലൂടെയെല്ലാം ശരീരം ഒഴുകി വരുന്നു എന്നുള്ള വാർത്ത കൂടി കേൾക്കുമ്പോൾ നമുക്ക് വളരെ വേദനാജനകം, നിസ്സഹായരായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പരമാവധി നമ്മളുടെ ആളുകൾ ആ പരിസരത്തുണ്ട്. അവര് പറയുന്നതനുസരിച്ച് വേണ്ട കാര്യങ്ങൾ അവിടെ എത്തിക്കുവാനുള്ള ക്രമീകരണം കത്തോലിക്ക കോൺഗ്രസ് മാനന്തവാടി രൂപതാ സമിതി ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ അവർക്ക് ഭക്ഷണ സാമഗ്രികൾ എത്തിക്കുവാനുള്ള ഒരു ആഹ്വാനവുമായി നമ്മൾ ഒരു ഗൂഗിൾ പേ നമ്പർ അടക്കം സാമ്പത്തിക സഹായം ചെയ്യുവാനുള്ളവരുടെ ഒരു അഭ്യർത്ഥന ഇട്ടപ്പോൾ തന്നെ ധാരാളം ആളുകൾ സാമ്പത്തികമായിട്ട് സഹായിക്കുകയും അവർക്ക് വേണ്ട ഭക്ഷണ സാമഗ്രികളൊക്കെ അവിടെ, മരുന്ന്, പിന്നെ രക്തം, ഇതൊക്കെ എത്തിക്കുവാനുള്ള ക്രമീകരണം നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുക. എത്ര ക്യാമ്പ് തുറന്നിട്ടുണ്ട് ഇപ്പോ നിലവിൽ? ക്യാമ്പ് ഇപ്പോൾ നമ്മൾ ബന്ധപ്പെട്ടിരുന്നത് ചൂരൽമല പള്ളിയച്ചനുമായിട്ടാണ്. ആ പള്ളിയിൽ ഒരു ക്യാമ്പ് ഉണ്ടെന്ന് പറയുന്നു. അവരെ ഇന്ന് വൈകിട്ടോടു കൂടി മേപ്പാടി ടൗണിലോട്ട്, സ്കൂളിലോട്ട് ക്യാമ്പ് മാറ്റും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്.